വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കർക്കിടക സംക്രാന്തി ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലാണെങ്കിലും ഒരുപാട് പേര് ക്ലീനിങ് വീഡിയോസ് ഇടാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ. ക്ലീനിങ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കർക്കിടക മാസം തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ തന്നെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പെട്ടെന്നാണ് അപ്പോൾ ഒരു 3-4 ദിവസം മാറി നിൽക്കേണ്ടി വന്നേ. നമ്മൾക്ക് ചെറുതായിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു കാര്യത്തിനായിട്ട് പോയതായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മൾ അമ്പലപ്പുഴ പോയതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലീനിങ് കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഒരാഴ്ച മുന്നേ തന്നെ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. ഞാനും ക്ലീനിങ് ഒക്കെ തീർത്തിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഒന്നും നടന്നില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വലിയ ക്ലീനിങ് ഒക്കെ അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മാറാലൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുക എന്നാണ്. അപ്പോൾ ഈ റൂമിൽ നിന്ന് കേട്ടോ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ റൂമത്തെ കാര്യങ്ങൾ മൊത്തം തീർത്തിട്ട് ബാക്കി ഓരോ റൂമായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു ഉച്ചയൊക്കെ ആവണ സമയത്തിനുള്ളിൽ തീർക്കണം എന്നിട്ട് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് വെച്ചാൽ രാവിലത്തെ കുക്കിങ്ങും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ. പിള്ളേരൊക്കെ സ്കൂളിലോട്ട് അയച്ചതിന് ശേഷം ഒരു 11 മണിക്കാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അതിന് മുന്നേ ഒരു 10 മണിക്കൊക്കെ മുന്നേ തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് നമ്മുടെ രാവിലെ മോട്ടർ കേട് വന്നിട്ട് അങ്ങനെ മോട്ടറൊക്കെ നന്നാക്കിയിട്ടാണ്. ടാങ്കിൽ തീരെ വെള്ളമില്ലായിരുന്നു. അങ്ങനെ മോട്ടർ നന്നാക്കാൻ ആൾ വന്ന് പിന്നെ ടാങ്കിൽ വെള്ളമൊക്കെ കയറിയതിന് ശേഷമാണ് രാവിലത്തെ പാത്രം കഴുകലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കിങ്ങൊക്കെ ഞാൻ തീർത്ത് വെച്ചു. അങ്ങനെ തന്നെ അടുക്കളയൊന്ന് വൃത്തിയാക്കിയിട്ടു. എന്നിട്ടാണ് പിന്നെ മോട്ടറൊക്കെ ശരിയായതിന് ശേഷം നമ്മുടെ പാത്രം കഴുകലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു 11 മണിക്കൊക്കെയാണ് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിന്നത്. അപ്പോൾ ആദ്യം തന്നെ അതാ മാറാലായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കുറേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ എപ്പോഴത്തെയും വീഡിയോയിൽ പറയണ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറാലൊക്കെ തട്ടും ഒന്നിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ട് വൃത്തിയാക്കണ ഒരു സ്വഭാവം ഇല്ല. എന്താ വെച്ചാൽ അങ്ങനെ വൃത്തിയാക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ടയേർഡാവും. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും കൂടി എനിക്കൊരു 11 മണിക്ക് മുതൽ 3:30 വരെയും എൻ്റെ ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നേരം വൃത്തിയാക്കാനായിട്ട് സമയം പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഊണ് കഴിക്കാനും ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ മാത്രമാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാ കുക്കിങ്ങും അങ്ങോട്ട് തീർത്തിട്ട് കിച്ചണിലത്തെ പണികൾ അങ്ങോട്ട് തീർക്കാണിച്ചാൽ നമ്മളിങ്ങനെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കണ ദിവസം നമുക്ക് ക്ലീനിങ്ങിന് കുറച്ച് സമയം എടുക്കുകയും ചെയ്യാം. നമുക്ക് അതിന് ഇടയിൽ കൂടെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാറാലൊക്കെ ചെറുതായിട്ടുള്ളെങ്കിലും ഒന്ന് നമ്മൾ കർക്കിടക സംക്രാന്തിക്ക് നമ്മളൊന്ന് മാറാലൊക്കെ തട്ടി വൃത്തിയാക്കണതാണല്ലോ പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മാറാലൊക്കെ ഒന്ന് റൂമിലത്തെ തട്ടിയിട്ട് നമ്മുടെ ജനലിലുള്ള കർട്ടനും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും തലയണ കവറും മൊത്തം എടുത്തിട്ട് തിരുമ്പാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചപ്പോൾ നമ്മുടെ ഒരു ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിയുമ്പോഴത്തേനും നമ്മുടെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അവിടെ കിടന്ന് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കേർട്ടൻസും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് തലയണ കവർ അതുപോലെ തന്നെ സോഫയുടെ വിരി ഒക്കെ എടുത്തിട്ട് ഞാൻ കഴുകാനായിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൊടി തട്ടണ പണിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്ലാബിന് മേലെയുള്ളതൊന്നും ഈ ഇടയ്ക്കാണല്ലോ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അതുകൊണ്ട് തന്നെ എടുത്ത് ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. എന്താ വെച്ചാൽ അത്രയ്ക്കൊന്നും അവിടെ പൊടി ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് തന്നെ ഒന്നിച്ചിങ്ങനെ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പൊടി തട്ടി കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലാബിന് മേലെ അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വലിയൊരു ആശ്വാസം ഉണ്ടാകും. ഇല്ലെങ്കിൽ കർക്കിടക മാസം നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ കർക്കിടക മാസത്തെ ഇതിലൊക്കെ കണ്ടാൽ അറിയാം. എന്താ വെച്ചാൽ മൊത്തത്തിൽ എടുത്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് തന്നെ എനിക്കത് കാര്യമായിട്ട് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യം വന്നില്ല. എന്നാലും അത്യാവശ്യമൊക്കെ ഒന്ന് നീക്കിയിട്ട് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ അലമാരയുടെ മേലെ അതുപോലെ തന്നെ അലമാരയുടെ മേലെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാതെ എങ്ങനെ ഒരാഴ്ചയിൽ ഒരിക്കൽ ഒന്ന് അടിച്ചു വരുന്ന സമയത്ത് ഒന്ന് എടുത്ത് അതിന് മേലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അപ്പം തന്നെ എടുത്ത് കളയണോണ്ട് തന്നെ ഈ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ മേലത്തെ സാധനങ്ങൾ എടുത്ത് വൃത്തിയാക്കണ പണി കുറച്ച് കുറവായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങൾ ഉടനെ തന്നെ കളയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് കണ്ട് വൃത്തിയാക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് ഈ പ്രാവശ്യം ആശ്വാസം തോന്നിയത് വേണ്ടാത്ത സാധനങ്ങൾ കൈയോടെ കളയണത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മേലേക്ക് ഒന്ന് വെറുതെ പൊടിത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂലുകൊണ്ടൊന്ന് വെറുതെ തട്ടിയിട്ട് ഒന്ന് അടിച്ചു വാരി ഇട്ടു. അതുപോലെ തന്നെ അലമാരയുടെ മുകളിലും അലമാരയുടെ മേലെയൊക്കെ ഒന്ന്
വൃത്തിയായി തുടച്ചിട്ടിട്ടുണ്ട്. അലമാര കണ്ണാടി മാത്രം തുടച്ചിട്ടില്ല കേട്ടോ. ലാസ്റ്റ് തുടയ്ക്കാൻ എന്തായാലും നമ്മൾ പൊടിയൊക്കെ ഫാനിലത്തെയും അതുപോലെ തന്നെ വേറെ ഉള്ളിടത്തൊക്കെ പൊടി തട്ടുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ എന്തായാലും പൊടിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അലമാരയൊക്കെ തുടച്ചു. ഗ്ലാസ് ഇനിയിപ്പോൾ വേറെ തുണി കൊണ്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പണി ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സൈഡിലുള്ളൊരു ഒരു ഷെൽഫാണ് കേട്ടോ. അത് ഷെൽഫ് വെച്ചൊരു സ്റ്റാൻഡാണ്, പഴയതാട്ടോ. അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. അത് എന്നാലും ഞാനിത് അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ആട്ടത്. അത് ഈ അലമാരയുടെ അല്ല, ഈ ഡോറിന് ഈ സൈഡിലോട്ട് വരണോണ്ട് നമുക്കത് എപ്പോഴും കാണില്ല. നമ്മൾ ഡോർ ഇങ്ങനെ തുറന്ന് വെക്കുന്ന സമയത്ത് അടച്ചാൽ മാത്രമേ കാണുള്ളൂ. നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് അടച്ചാൽ അതിങ്ങനെ ക്ലോസ് ആയിരിക്കും ചെയ്യും. അപ്പോൾ അതിലാണ് നമ്മുടെ ഈ വേണ്ടാത്തന്നല്ല, വേണ്ട സാധനങ്ങൾ തന്നെയാണ്. എന്നാലും കുറച്ച് അധികം സാധനങ്ങൾ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ റെഡി ആവണ സാധനങ്ങൾ, കമ്മല്, വള, അങ്ങനെ മോൾഡയിലും എൻ്റെയിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം നമ്മുടെ ക്ലോത്ത്സിലെ മെറ്റീരിയൽ, തുണികൾ, നമ്മുടെ സാരികൾ അടിക്കാനായിട്ടുള്ളത്, അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ 2 ഷെൽഫിലായിട്ടുണ്ട്. പിന്നെ മേലത്തെ ഷെൽഫിലൊക്കെ നമ്മൾ റെഡി ആകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന വളകളും മാലകളും അങ്ങനെ നെയിൽ പോളിഷ് അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസൊക്കെയാണ് ഈ സ്റ്റാൻഡിലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് വൃത്തിയാക്കി നമ്മളിത് ഈ സാധനം വെച്ചാൽ എത്ര പ്രാവശ്യം നമ്മൾ ഒതുക്കിയാലും വീണ്ടും വീണ്ടും ഇങ്ങനെ വൃത്തികേടാവണ ഒരു സ്ഥലമാണിത്. നമ്മൾ എപ്പോഴും നമ്മൾ തന്നെയാണ് എടുക്കണേ, എന്നാലും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണല്ലോ അതൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പുറത്ത് പോണ തിരക്കിൽ വേഗം റെഡി ആവണ തിരക്കിൽ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടൊക്കെ നമ്മൾ തന്നെ വൃത്തികേടാക്കും. പിന്നെ അത് അവിടെ വൃത്തികേടായി കിടക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലം ഒന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും അത്യാവശ്യം പൊടി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വീട്ടിൽ എന്താ വെച്ചാൽ മാറാല ഞാൻ അധികം വരാനായിട്ട് വിടാറില്ല, എപ്പോഴും മാറാല തട്ടും. എന്നാലും ഈ പൊടിയുടെ ശല്യം നല്ലോണം ഉള്ളതുകൊണ്ട് എത്രയൊക്കെ വൃത്തിയാക്കിയാലും നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് അത്യാവശ്യം തുടയ്ക്കാനുള്ള പൊടികളൊക്കെ എനിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എനിക്ക് പൊടി ഡസ്റ്റായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാറാല തട്ടുമ്പോൾ ഞാൻ പറയില്ലേ, മാറാല ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാസ്ക് ഒന്നും ഇടാതെയാണ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പൊടി തട്ടുന്ന സമയത്ത് നല്ലോണം എനിക്ക് മൂക്കിലോട്ട് പൊടി കയറുന്ന പോലെ തോന്നിയിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് ഒരു മാസ്ക് എടുത്തിട്ട് അതുപോലെ തന്നെ കർച്ചീഫ് യൂസ് ചെയ്തിട്ടും അതുപോലെ തോർത്തൊക്കെ കെട്ടിയിട്ടൊക്കെ ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ട്. പക്ഷേ എനിക്കാണെച്ചാൽ അങ്ങനെ ഡസ്റ്റ് അലർജി ഒന്നും കാര്യമായിട്ട് ഇല്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. മാത്രമല്ല ഞാൻ അങ്ങനെ ഒരുപാട് ഡസ്റ്റായിട്ട് കൂടാനും വിടാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ തോർത്ത് കെട്ടിയിട്ടോ അല്ലെങ്കിൽ ടവൽ കെട്ടിയിട്ടോ ഒന്നും വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ കാണിച്ചു കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്ത. പൊടി ഉണ്ടച്ചാൽ മാത്രമാണ് ഞാൻ മാസ്ക് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ട് വൃത്തിയാക്കുന്നുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ തോർത്തൊക്കെ കെട്ടിയിട്ടും അതുപോലെ ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും പൊടിയൊക്കെ തട്ടുമ്പോൾ ഫാനൊക്കെ ഇടാതെയാണല്ലോ നമ്മൾ വൃത്തിയാക്കുക. അപ്പോൾ നല്ലോണം ചൂടെടുക്കും. പൊതുവേ നല്ല ചൂടുണ്ട്. മഴ ഒരു ദിവസം ഇല്ലാച്ചാൽ തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനും പുറമെ ഇതും കൂടി കെട്ടിയിട്ട് നമുക്ക് പണിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി ഇറിറ്റേഷനായിരിക്കും. തുണി നനച്ചിട്ട് കെട്ടിയായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. എന്നാൽ എനിക്കെന്തോ അതിനോട് താല്പര്യമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഡസ്റ്റിൻ്റെ അലർജി ഒന്നും ഇല്ലാത്തതുകൊണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഡസ്റ്റ് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ബുദ്ധിമുട്ടിച്ചാണെങ്കിലും നമ്മൾ അതൊക്കെ കെട്ടിയിട്ടാണ് വൃത്തിയാക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പൊടി നമ്മുടെ വീട്ടിൽ കൂടാനായിട്ട് വിടാത്തതുകൊണ്ടും തന്നെ ഞാൻ അങ്ങനെ തോർത്തൊന്നും കെട്ടാത്തിട്ട്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട. അതുകൊണ്ട് അപ്പോൾ ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. പൊടി കുറച്ച് കണ്ടു എന്ന് കണ്ടാൽ ഞാൻ മാസ്ക് ഇടും. എന്താ വെച്ചാൽ പറയാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡി ഒരേപോലെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഡസ്റ്റ് അലർജി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മാസ്ക് ഇട്ടിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്തത്. ഇപ്പോൾ ഈ സൈഡ് തട്ടിയപ്പോൾ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഞാൻ പൊടി ഉള്ള ഭാഗത്ത് ഞാൻ മാസ്ക് ഇടുന്നുണ്ട്. പൊടി ഇല്ലാത്ത സമയത്ത് ഞാൻ മാസ്ക് ഇടുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കണ്ടറിയും. അപ്പോൾ ഈ സ്റ്റാൻഡ് വൃത്തിയാക്കിയപ്പോഴും തന്നെ ഇത് ഇത്രയും വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൽ നമ്മൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമല്ലോ. നമുക്ക് നെയിൽ പോളിഷ് കഴിഞ്ഞതാണെങ്കിൽ നമ്മളതിലുണ്ടാവും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പൊട്ടിൻ്റെ അല്ലെങ്കിൽ സ്ലൈഡിൻ്റെ ഒക്കെ അട്ടകളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണമെന്നാണല്ലോ. അപ്പോൾ ഞാൻ വേഗം എപ്പോഴും ഇങ്ങനെ കുത്തി മറക്കേണ്ട വെച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മേലേക്കും എപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊക്കെ രണ്ടാമത്തെ ഷെൽഫിലും അങ്ങനെയായിട്ട് വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോഴുള്ള പണി ഈ സൈഡും ആ സൈഡും ഒക്കെ വൃത്തിയാക്കണ പണികൾ, ഒതുക്കണ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫാനിലത്തെ പൊടികൾ തട്ടുക, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മെയിൻ ഇത് ഈ റൂമത്തെ ഫാനിലാണ് നമുക്ക് പൊടി ഉണ്ടാവുക. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യണത് ഈ ഫാനാണ്. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യണ ഫാനിലാണ് അത്യാവശ്യത്തിലധികം പൊടി ഉണ്ടാവുക. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഫാനുകളിലൊന്നും അത്രയ്ക്ക് പൊടി ഉണ്ടാവില്ല. അതപ്പോൾ അങ്ങനെ ഫാൻ കൂടി തട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോഴുള്ള പണി വെച്ചാൽ ഫാനൊക്കെ തട്ടിയിട്ട് വേണം നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ തുടയ്ക്കാൻ. അപ്പോൾ നമുക്ക് പിന്നെയും ഫോട്ടോസിലൊന്നും പൊടിയാവില്ല. അതുകൊണ്ട് തന്നെ ഫാനത്തെ പൊടി തട്ടലും എല്ലായിടത്തെയും പൊടി തട്ടൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫോട്ടോസും നമ്മുടെ അലമാരത്തെ കണ്ണാടിയൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതപ്പോൾ ഫോട്ടോസും കൂടി തുടച്ചിട്ടുണ്ട്. ലാസ്റ്റാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗം കൂടി ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ അത്യാവശ്യം പൊടി വേഗം ആവണത് ഈ കറുപ്പ് കളറിലുള്ള സാധനങ്ങളിൽ, നമ്മുടെ ടി വി കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് വേഗം പൊടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ
എല്ലായിടത്തെയും കാര്യമായിട്ട് നല്ലോണം പൊടിയുള്ള ഭാഗത്തേക്ക് തുടച്ചതിന് ശേഷമാണ് ഞാൻ കണ്ണാടിയും അതുപോലെ ഫോട്ടോസ് കമ്പ്യൂട്ടറിൻ്റെ ഭാഗമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നത്. കൈയോടെ തന്നെ വാതിലുകളും തുടച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ വാതിലും ഞാൻ ഇന്ന് തുടച്ചിട്ടുണ്ടെന്നോ. നമ്മൾ പൊതുവേ വൃത്തിയാക്കണേക്കാൾ നമ്മൾ ഈ കർക്കിടക മാസമൊക്കെ വൃത്തിയാക്കുമ്പോൾ സൈഡും മുക്കും മൂലയും അതുപോലെ തന്നെ വാതിലും ഒക്കെ നമ്മൾ വൃത്തിയാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാതിൽ, ജനൽ, അതുപോലെ തന്നെ അലമാരയൊക്കെ നീക്കിയിട്ട് അതുപോലെ തന്നെ കട്ടിൽ നീക്കിയിട്ട് ഒക്കെ ഞാൻ അടിച്ചു വാരി പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടി തട്ടണ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ കട്ടിൽ നീക്കി അടിച്ചു വാരലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതപ്പോൾ ഞാൻ ജനലും കൂടി തുടയ്ക്കാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഡസ്റ്റ് ഒരുപാട് ഇങ്ങനെ കൂടാൻ വിടാതെ നമ്മുടെ ഒരു ക്ലീനിങ് റൂട്ടീൻ കൊണ്ടുപോകാണെന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയാക്കണ സമയത്ത് കുറച്ച് എളുപ്പമുണ്ടാകും. ഒരുപാട് പൊടിയൊക്കെ കൂടിയിട്ടാണ് നമ്മളിങ്ങനെ വൃത്തിയാക്കണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പിറ്റത്തേക്ക് വെയ്യാണ്ടാവും. നമുക്ക് ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് അറിയാലോ, ചെറുതായിട്ട് പൊടി തട്ടിയാൽ തന്നെ പാവം അവർക്ക് നല്ലോണം വെയ്യാതെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർ നമ്മൾ കുറച്ച് പൊടി ആകുമ്പോഴത്തേനും തന്നെ നമ്മൾ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ പണി ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ആ മടി കാണിക്കണതുകൊണ്ടാണ് ഒന്നിച്ചിങ്ങനെ വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം വരാറ്. അങ്ങനെ അപ്പോൾ ഈ റൂമത്തെ അത്യാവശ്യം കരടും കാര്യങ്ങളൊക്കെ ഇത്രയും ഉണ്ട് കേട്ടോ. ഒരു 1/2 സെഞ്ചിയോളം ഉണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളും പൊടിയൊക്കെ ആയിട്ട്. നമ്മൾ എപ്പോഴും അടിച്ചുവാരി തുടയ്ക്കണതാണെന്ന് വെച്ചാലും നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കാര്യമായിട്ട് വൃത്തിയാക്കണ സമയത്ത് കണ്ടോ എത്ര പൊടിയും കാര്യങ്ങളാണ് ഈ കട്ടിലിൻ്റെ അടിയിലും നമ്മുടെ കട്ടിലിൻ്റെ അലമാറയുടെ ബാക്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചതിൻ്റെ ബാക്കിലൊക്കെ അത്യാവശ്യം പൊടികളുണ്ടാവും. നമ്മൾ എത്രയ്ക്ക് വൃത്തിയാക്കി ഡെയിലി യൂസ് ചെയ്യണതാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ നീക്കി തുടച്ചൊക്കെ വൃത്തിയാക്കുമ്പോൾ അത്യാവശ്യം പൊടി കിട്ടാറുണ്ട് കേട്ടോ. അത് നമ്മൾ വിചാരിക്കും നമ്മൾ ഇത് വൃത്തിയാക്കാണ്ടിരുന്നിട്ടാണോ ഇത്രയൊക്കെ പൊടി കിട്ടണേന്ന് അല്ല. പക്ഷെ നമ്മൾ ഡെയിലി വൃത്തിയാക്കിയാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വൃത്തിയാക്കണ സമയത്ത് ഇത്രയും പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അത് ഈ ടേബിളിനടിയിൽ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ സാധനങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരടി ഇവിടെ ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ തൊട്ടിട്ടില്ല, മേലാകെ അങ്ങോട്ട് തുടച്ചിട്ടേ ഉള്ളൂ. പിന്നെ അപ്പോഴേക്കും തന്നെ നമ്മുടെ കേർട്ടൻസും ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം അതും മാറ്റിയിട്ട് ബെഡ്ഷീറ്റും മാറ്റിയിട്ട് ഞാൻ അവിടെ ഈ റൂം അങ്ങോട്ട് അടിച്ച് വാരി തുടച്ചിട്ട് ഈ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടു. എന്താ വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഏട്ടൻ ചിലപ്പോൾ വരും. അപ്പോൾ ഞാനിങ്ങനെ വൃത്തിയാക്കാനും കാര്യമായിട്ട് ഞാൻ എല്ലായിടത്തെയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഏട്ടൻ ഉണ്ടാവും. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മുറിയത്ത് അങ്ങോട്ട് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു. എല്ലായിടത്തെയും വൃത്തിയാക്കലും കഴിഞ്ഞു. കേർട്ടൻസൊക്കെ ഇട്ട് കൊടുത്തു, ബെഡ്ഷീറ്റൊക്കെ മാറ്റി. തലേണ കവറുകൾ മാത്രം ഇനിയിപ്പോൾ തിരുമ്പി ഉണങ്ങിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കണം. അത് ഇനി വൈകുന്നേരം ചെയ്യണം കേട്ടോ. അങ്ങനെ ആ മുറിയുടെ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ ഹാളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തെയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ നിൽക്കണം. ഇടയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ പിന്നെ മൊത്തത്തിൽ എല്ലാവരും വൃത്തിയേടായി കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുറിയത്തെ കഴിഞ്ഞിട്ട് അവിടുത്തെ വൃത്തിയാക്കലും അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഞാൻ ആ മുറിയത്തെ വാതിൽ അങ്ങോട്ട് അടച്ചിട്ട് ഇനിയാണ് ഞാനിപ്പോൾ ഹാളത്ത് വൃത്തിയാക്കാനായിട്ട് നിന്നിരിക്കുന്നത്. അപ്പോൾ ഹാളിലും കാര്യമായിട്ട് മാറാല കാര്യമായിട്ട് ഉണ്ടാവില്ല, എന്നാലും പൊടികൾ ഉണ്ടാവും കേട്ടോ. ഇവിടെ മാറാലയാണ് ഞാൻ കൂടാനായിട്ട് ഒരുപാട് വിടാറ്. നമുക്കിങ്ങനെ പൊടി പിന്നെ എപ്പോഴും നമുക്കിങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തെടുത്ത് തുടച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാനൊരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പോയി കഴിഞ്ഞ ക്ലീനിങ് വീഡിയോയിലൊക്കെ ഞാൻ തുടയ്ക്കണതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കിങ്ങനെ ഒരു മാസത്തിലോ 2 മാസത്തിലൊക്കെ വൃത്തിയാക്കണ സമയത്ത് അത്യാവശ്യം പൊടി കിട്ടാറുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടുന്നാണ് അത്ര പൊടിയൊക്കെ വരണേന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ പൂജാമുറി ആ പൂജാ കബോർഡ് ഞാൻ കുറച്ചിങ്ങോട്ട് ജനലിനോട്ട് ചേർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ അവിടെയാണ് വെച്ചാൽ ഈ ചുമരിൽ ഈ പൂജാമുറി ചേർത്തിയിട്ടിട്ട് അവിടെ അങ്ങനെ പൂജാമുറി വെച്ചതിൻ്റെ ഈ പൂജാ കബോർഡ് ഉണ്ടല്ലോ അത് വെച്ചതിൻ്റെ ഒരു അടയാളം ഒക്കെ ആയിട്ട് ഒരുപോലെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് നീക്കാൻ നോക്കാണ്ട്. ഇതാണ് വെച്ചാൽ നല്ല വെയിറ്റാണ്. എനിക്കാണെന്ന് വെച്ചാൽ നീക്കാനേ പറ്റും. ഞാൻ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ വെച്ചാൽ ആ സൈഡ് ഇങ്ങോട്ട് വരും, അപ്പുറത്തെ സൈഡ് നിൽക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് വരും. അങ്ങനെ കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷം ഞാൻ ആ ഭുജമുറയൊക്കെ സക്സസ് ആയിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇടുക്കി നീക്കുമ്പോൾ എനിക്ക് എൻ്റെ ജിത്തൊക്കെ സഹായിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കിട്ടാതെ ഇന്നിപ്പോൾ ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വെക്കണം എന്നുള്ള തീരുമാനത്തിൽ അങ്ങോട്ട് വെച്ചു. അത് ഈ സൈഡ് വെച്ചുകൊണ്ട് തന്നെ കണ്ടോ ജനലിൽ അത്യാവശ്യം പൊടി നല്ലോണം ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ഈ ഒരു സൈഡിലേക്ക് ആകുമ്പോൾ അത് വൃത്തിയായിട്ട് ഇരുന്നോളൂ. അപ്പോൾ അപ്പോഴെന്താ വെച്ചാൽ ഈ ജനൽ മൊത്തം നമുക്ക് ഡെയിലി തുടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പൊടിയൊന്നും തട്ടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ ജനൽ അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭുജാമുറി ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ വെച്ചിട്ട് സോഫയൊക്കെ അങ്ങോട്ട് നീക്കി മാറ്റിയിടാണ്. അപ്പോൾ ആ സൈഡ് കൈ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആ സോഫ ഇപ്പുറത്തെ സൈഡ് കൈവയ്ക്കണ പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡുള്ള സോഫ അങ്ങോട്ടും ആ സൈഡുള്ള സോഫ ഇങ്ങോട്ടേക്കൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സോഫയൊക്കെ നീക്കണ സമയത്ത് സോഫ ഉണ്ടായിരുന്ന ഭാഗമൊക്കെ അടിച്ചു വാരിയിട്ടാണ് ഞാൻ വീണ്ടും സോഫ അവിടെ വെക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
പിന്നെ അതിനടിയിൽ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കെ നീക്കിയിട്ട് അങ്ങോട്ട് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സോഫയൊക്കെ ആ സൈഡിലോട്ട് ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ ഹോളിലത്തെ പൊടി തട്ടി തുടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ലോണം പൊടിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കി സോഫയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഓരത്തേക്ക് ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ പൊടി തുടയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ പൊടി തുടച്ചിട്ട് കഴുകണത് കാണിക്കണില്ല വീഡിയോയിൽ. നമ്മൾ എത്ര പ്രാവശ്യം കാണിക്കാനാണ് വിചാരിച്ചിട്ടാണ് കാണിക്കാത്ത. ഞാൻ ഓരോ പ്രാവശ്യം തുടയ്ക്കണതും അതുപോലെ തന്നെ ഓരോന്ന് തുടയ്ക്കാനായിട്ടും വേറെ തുണി എടുക്കാറ്. അലമാരയുടെ കണ്ണാടിയും അലമാരയും തുടയ്ക്കാനായിട്ട് ഒരു തുണി വെക്കാറുണ്ട്. അതുപോലെ തന്നെ പൂജാമുറി ഞാൻ വേറെയുള്ള ഭാഗങ്ങൾ തുടയ്ക്കുന്ന തുണികളുകൊണ്ടൊന്നും പൂജാമുറി തുടയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തുണി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ തുടയ്ക്കാനും വേറെ തുണി. അപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ഭാഗത്തുള്ള പൊടികൾ അപ്പുറത്തുള്ള എണ്ണമഴിക്ക് ഇങ്ങനെ ഒന്നും ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ തുണി ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങണ തുണി തന്നെ ആവണമെന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ വേണ്ടാത്ത കോട്ടൻ്റെ നല്ല തുണികൾ ഉണ്ടാവില്ല. നമ്മൾ യൂസ് ചെയ്താണൊന്നും പറ്റില്ല. നമുക്ക് കുട്ടികളുടെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികളുടെ ആകുമ്പോൾ നമുക്ക് അശുദ്ധവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കുട്ടികളുടെ തുണിയാണ് പൂജാമുറിയൊക്കെ തുടയ്ക്കാനും ഒക്കെ എടുക്കാറ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ളവിടത്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടാത്ത നമ്മുടെ പഴയ നെയ്റ്റീസോ അല്ലെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയൽസൊക്കെ ഉണ്ടാവില്ല. അതിങ്ങനെ പഴയതാകുമ്പോൾ ആ തുണികൾ ഇങ്ങനെ ഞാനൊരു ബാഗിലാക്കി എടുത്ത് വെക്കും. അതെടുത്തിട്ടാണ് ഞാനിങ്ങനെ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ അതപ്പോൾ പൂജാമുറിയുടെ ഭാഗങ്ങളൊക്കെ അങ്കിടക്ക് നീക്കിയിട്ട് ഈ സൈഡിലുള്ള സോഫ വെച്ചവിടത്തേക്ക് പൂജാമുറി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ച് വരയിട്ട് സോഫ ഈ സൈഡിലോട്ട് ഇട്ടിട്ട് പിന്നെ ഈ സ്റ്റഡി ടേബിളിൻ്റെ മേലെയാണെന്ന് വെച്ചാൽ ബുക്സൊക്കെ വെക്കാനായിട്ട് എല്ലാം ഞാൻ ഈ ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാഗ് വെക്കാനും അവർക്ക് എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ടേബിൾ കൊണ്ട് അവിടെ ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ ടേബിൾ നമ്മൾ TV വെച്ചതിന് താഴെയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ വെറുതെ വേസ്റ്റായിട്ട് ഇങ്ങനെ നമ്മുടെ വൈഫൈയുടെ ബോക്സും അതുപോലെ തന്നെ ഫോണും ഒക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് വെറുതെ യൂസ് ചെയ്യാതെ ഇരിക്കാനല്ലോ വിചാരിച്ചിട്ട് അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇവിടെയാണ് വെച്ചാൽ ഉള്ള ബുക്കുകൾ മൊത്തം മൂന്നാളുടെയും കൊണ്ടുവന്ന് ഇടാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാക്കി വലുതായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ബുക്ക് വെക്കാനൊക്കെ ആയിട്ട് അപ്പുറത്ത് കുറേ സ്ഥലം ഞാൻ ഇവർക്ക് ഓരോ ഷെൽഫ് കൊടുത്താലും ഇവർ പിന്നെ എല്ലാതും പഠിക്കുന്ന സമയത്തൊക്കെ കൊണ്ടുവിടും. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഈ ന്യൂസ് പേപ്പർ വെക്കണത് ഇതിന് താഴെയാണ് കേട്ടോ. അതാണ് വെച്ചാൽ കുത്തി പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കണ ശീലമില്ല. ശീലമില്ലാന്ന് വെച്ചാൽ എനിക്ക് രാവിലെ സമയം കിട്ടാറില്ല. പിന്നെ ഉള്ള സമയം ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് ഞാൻ നോക്കൂല കേട്ടോ. അത് ഞാൻ എപ്പോഴെങ്കിലും മാത്രമാണ് ന്യൂസ് പേപ്പർ വായിക്കാറ്. അപ്പോൾ ഇവർ തന്നെയാണ് എടുത്തിട്ട് വായിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് അവിടെ വെക്കണത് കേട്ടോ. ചിലപ്പോൾ ഇവിടെ കൊണ്ടൊന്നും വെക്കില്ല. ചിലപ്പോൾ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും പേപ്പർ വായിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് വരും. പിന്നെ ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ അതവിടെ കുത്തി പറഞ്ഞു കിടക്കണമെന്ന് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വേണ്ടാത്ത കടലാസൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് പേപ്പേഴ്സൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്കുള്ള പണി എന്താ വെച്ചാൽ എല്ലായിടത്തും തുടയ്ക്കാൻ തട്ട പൂജാമുറി ആയാലും അലമാര വാതലും ജനലും ഒക്കെ തുടയ്ക്കേണ്ട പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അങ്ങനെ പൊടി തുടച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുണി കഴുകിയിട്ട് പിഴിഞ്ഞിട്ട് കേട്ടോ തുടയ്ക്കണത്. അപ്പോൾ അത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തുടയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടിനെ ബാക്കിയുള്ള ഭാഗത്ത് ആവാതെ നോക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം തുടച്ച് കഴിഞ്ഞാൽ തുണിയിൽ ചളിയാവണ സമയത്ത് ഞാൻ പോയിട്ട് കഴുകിയിട്ട് പിന്നെയാണ് വന്നിട്ട് ബാക്കിയുള്ള ഭാഗം തുടയ്ക്കണത്. അങ്ങനെ അപ്പോൾ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കണം. പൂജാമുറിയിലാണെന്ന് വെച്ചാൽ അത്യാവശ്യം പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇവിടെ ഹാളിൽ ഏറ്റവും പൊടി പെട്ടെന്ന് അറിയണത് നമ്മുടെ പൂജാമുറിയുടെ മേലെയാണ്. നമ്മൾ തൊടുന്ന ഭാഗത്തും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഭാഗത്ത് അത്രയ്ക്ക് അറിയില്ല. ഏറ്റവും മേലെ നമുക്ക് ഡെയിലി തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് പൂജാമുറിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും അതിലാവാറുണ്ട്. ഞാനിങ്ങനെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരിക്കലൊക്കെയാണ് തുടയ്ക്കുക. നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ കഴുകണ ദിവസമാണ് ഇങ്ങനെ പൂജാമുറിയുടെ മേലേക്ക് തുടയ്ക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും തുടച്ചാലും അത്യാവശ്യം പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൈയോടെ തന്നെ കളയുന്നുണ്ട്. പിന്നെ പൂജാമുറിയുടെ താഴെയാണ് നമ്മൾ ചന്ദനത്തിരിയും സാമ്പ്രാണിയും അതുപോലെ നമ്മുടെ പൂജ ഐറ്റംസൊക്കെ വെക്കണ സാധനങ്ങളുടെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വൃത്തിയാക്കണോണ്ട് തന്നെ അവിടെയൊന്നും അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലായിടത്തും തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഫയുടെ സൈഡിൽ വെച്ചിരിക്കുന്ന സ്റ്റാറ്റ്യൂസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലായിടത്തെയും സോഫയുടെ കൈ വയ്ക്കുന്ന ഭാഗങ്ങളിലും അതുപോലെ തന്നെ പൂജാമുറിയുടെ എല്ലായിടത്തും തുടയ്ക്കണ പണി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഫോട്ടോസ് തുടച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നാളെ നമുക്ക് പൂജാമുറിയുടെ ഉള്ളിലത്തെ വിളക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കഴുകാനുണ്ട്. നമുക്ക് മറ്റന്നാൾ വെള്ളിയാഴ്ച ആണല്ലോ കർക്കിടക മാസം വരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ എടുത്ത് കഴുകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എടുത്തിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ കഴുകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാ ഫോട്ടോസും പൂജാമുറിയുടെ ഉള്ളിലത്തെ ഫോട്ടോസൊക്കെ തുടയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണെന്ന് വെച്ചാൽ അതിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള പണികളൊക്കെ കുറച്ച് വഴുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ പൂജാമുറിയത്തെ ഫോട്ടോസൊക്കെ തുടയ്ക്കണത് ഇനിയിപ്പോൾ എന്തായാലും നാളെ അല്ലച്ചാൽ മറ്റന്നാൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരേ ദിവസം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കും ക്ഷീണം വരും, എല്ലാം കൂടി ചെയ്ത് എത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്ന ഹോള് 2 റൂമും ഒക്കെയാണ്. ഇന്ന് മെയിൻ നമുക്ക് പൊടി ഉണ്ടാവുന്നത് ബെഡ്റൂമിലും ഹോളിലൊക്കെയാണല്ലോ പൊടിയും കാര്യങ്ങളും തുടയ്ക്കാനും വൃത്തിയാക്കാനൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് കിച്ചൺ ക്ലീനിങ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റന്നാളേക്കാണെന്ന് വെച്ചാൽ വിളക്കും കാര്യങ്ങളും പൂജാമുറിയും വൃത്തിയാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസമായിട്ട് നമുക്ക് കർക്കിടകം 1 മുന്നേ ചെയ്ത് തീർക്കാമെന്നിട്ട് വിചാരിക്കണം. ഇനിയിപ്പോൾ നാളെ തന്നെ എല്ലാം കുത്തിനും എനിക്ക് സമയം കിട്ടുകയാണെന്ന് വെച്ചാൽ നാളെ തന്നെ വിളക്കൊക്കെ കഴുകി പൂജാമുറിയും കൂടി വൃത്തിയാക്കും. നാളെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല വെച്ചാൽ അത് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ സമയം കറക്റ്റായിട്ടുണ്ട് വെച്ചാൽ ഇനി മറ്റന്നാളേക്കാണ് വിളക്കൊക്കെ കഴുകി പൂജാമുറിക്കൊന്ന് സെറ്റാക്കുക. അപ്പോൾ നമുക്ക് 1-ാം തീയതിക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പൂജാമുറിയുടെ പുറമേ മാത്രം ഒന്ന് തുടച്ചിട്ടുള്ളൂ. അങ്ങനെ പൂജാമുറിയുടെ പുറമേയൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ നമുക്ക് ജനൽ തുടയ്ക്കാനും വാതിൽ തുടയ്ക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾക്ക് വൃത്തിയാക്കുമ്പോഴാട്ടോ ഈ ജനൽ വാതിലൊക്കെ ഇങ്ങനെ നനച്ച് തുടയ്ക്കാറ്. അല്ല നമുക്ക് ഇങ്ങനെ മാറാലും തട്ടിയിട്ട് അത്യാവശ്യം പൊടിയൊക്കെ തട്ടി അടിച്ച് വരെ തുടയ്ക്കുക ചെയ്യാറ്. ഇങ്ങനെ വിശേഷങ്ങൾ വരുമല്ലോ, ഓണം, വിഷു, അതുപോലെ തന്നെ കർക്കിടക മാസം, അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഞാനിങ്ങനെ എല്ലാ വാതിലുകൾ ഒക്കെ തുടയ്ക്കാറ്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 മാസം കൂടുമ്പോൾ, ഇനിയിപ്പോൾ നമുക്ക് കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ 2 മാസം കൂടുമ്പോഴും ഓരോ വിശേഷങ്ങൾ വരുമല്ലോ. ഇനിയിപ്പോൾ കർക്കിടക മാസം നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓണം വരുമ്പോഴത്തേനും 2 മാസം 1.5 മാസമൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ആ സമയത്ത് വൃത്തിയാക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഒരു 2 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ വൃത്തിയാക്കൽ അങ്ങനെ റൊട്ടീനായിട്ട് ഞാൻ നോക്കട്ടെ. നമുക്ക് എന്തായാലും നമുക്ക് ഹിന്ദുസിന് അറിയാം നമുക്കൊരു 2 മാസം കൂടുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വിശേഷങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാനൊരു റൊട്ടീൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ കർക്കിടക മാസം, ഇനിയിപ്പോൾ അടുത്തത് ഓണം, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലായിടത്തും അലമാറയും വാതിലും അതുപോലെ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കി അടിച്ച് നമ്മുടെ വീടൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടാവും. അങ്ങനെ തുടയ്ക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജനൽ, വാതിലും പൂജാമുറിയും ഒക്കെ തുടയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീപ്പോയും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സോഫയൊക്കെ നമ്മളിങ്ങോട്ട് നീക്കിയിടുമ്പോൾ തന്നെ സോഫയുടെ അടിയിലൊക്കെ അടിച്ച് വാരിയതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളിടത്ത് മൊത്തം ഒന്ന് അടിച്ച് വാരുകയാണ്. അങ്ങനെ ഈ ഹാളും കൂടി ഒന്ന് അടിച്ച് വാരി ഒരു ഓരത്തേക്ക് നമ്മുടെ ഈ പൊടി കരടും ഒക്കെ ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത മുറിയിലോട്ട് പോയിട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലാം കൂടി വരച്ച് വാരി ഇട്ടിട്ടല്ലോ കേട്ടോ മാറാല തട്ടണം. എന്താ വെച്ചാൽ പെട്ടെന്ന് അരിങ്ങി കയറി വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെയോ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ മുറി അത്യാവശ്യം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ അടുത്ത മുറിയിലോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഹാളത്തെ എല്ലാം ഒരുവിധം കഴിഞ്ഞ് ആ വേസ്റ്റൊക്കെ ഒന്ന് ഒരു സൈഡിലോട്ട് വെച്ചിട്ടാണ് അപ്പോൾ ഈ റൂമിലോട്ട് വന്നിരിക്കുന്നത്. ഈ റൂമിലാണ് വെച്ചാൽ അത്യാവശ്യം ഡെയിലി ഞാൻ വൃത്തിയാക്കണത് കൊണ്ട് തന്നെ നമ്മൾ അധികം പഠിക്കണതും നമ്മൾ എപ്പോഴും ഇരിക്കണതൊക്കെ ഈ റൂമിലായതുകൊണ്ട് ദിവസം നമുക്ക് വൃത്തിയാക്കാനായിട്ടുണ്ടാവും. എന്താ വെച്ചാൽ തുണി മടക്കാനായിട്ടുണ്ടാവും, ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ടാവും, അതുപോലെ കുട്ടികൾ എന്തെങ്കിലും ബുക്സും കാര്യങ്ങളും തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ റൂം അധികം വൃത്തിയാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂമിൽ അത്യാവശ്യം മാറാനും ഇല്ല, പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴും വൃത്തിയാക്കണമുണ്ട് അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മാറലൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാനൊന്ന് മാറാലൊക്കെ തട്ടി എവിടെയെങ്കിലും മുക്കിലോ സൈഡിലോ ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാറാൽ തൊട്ടുകൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തും തട്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഉണ്ടാവണം അവിടെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഫാൻ ഉണ്ടാവുമല്ലോ അവിടെയും കൂടി ചിലപ്പോൾ മാറാലുണ്ടാവും. അല്ലാതെ ഒന്നും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തൂങ്ങി കിടക്കണ അളവിലൊന്നും മാറാലുണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ മാറാലൊക്കെ തട്ടിയതിന് ശേഷം നമ്മുടെ ടേബിൾ ഫാൻസ് ഒക്കെ ഉണ്ടാവില്ല, അതിൽ അത്യാവശ്യം എപ്പോഴും പൊടി ഉണ്ടാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ ഈ ഫാനുകളിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ അധികം പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലാണോ കഴിഞ്ഞ വീഡിയോയിലോ എന്നറിയില്ല, ഈ മുറി ഞാനൊന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുറിയിൽ അത്യാവശ്യം കളയാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നും ഞാൻ ഇതേപോലെ മിഷീൻ്റെ മുകളിലും അതുപോലത്തെ ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അതിന് മുകളിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ ടേബിൾ ഹോളിൽ ആ ടേബിളിൽ സ്റ്റഡി ടേബിളിന് അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് അധികം ബുക്സ് വെക്കാനുള്ള സ്ഥലം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്പേസ് ആയിട്ടോ. പിന്നെ അങ്ങനെ എല്ലായിടത്തും മാറലും തട്ടി പൊടിയും ഫാനത്തെ പൊടിയൊക്കെ തുടച്ചതിന് ശേഷം നമ്മുടെ ടൈലറിങ് മെഷീനിന് മേലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവിടെയും കൂടി ഒന്ന് തുടച്ചിട്ടു. പിന്നെ ഈ ബെഡിലും ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടത്തെയും കൂടി ഒന്ന് അടിച്ചു വാരലും കൂടി കഴിഞ്ഞാൽ ഇനി എല്ലാവരുടെയും മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എപ്പോഴും വൃത്തിയാക്കണതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ ഒരു രണ്ട് റൂമും അതുപോലെ ഒരു ഹാളും കൂടി വൃത്തിയാക്കുമ്പോഴത്തേനും ഒരു സെഞ്ചോളം വേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഈ റൂമത്തെ വൃത്തിയാക്കിയതും ഹാളത്തെയും അതുപോലെ അപ്പുറത്തെ റൂമത്തെയും കൂടി കുറേ
കടലാസുകൾ മെയിൻ ഉണ്ടാവണം. നമുക്ക് വേണ്ടാത്ത കുറേ കടലാസുകൾ, വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെക്കണതുകൊണ്ട്. അപ്പോൾ ഞാൻ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഉണ്ടാവില്ല. നമുക്ക് കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഏട്ടൻ എടുത്ത് വെക്കുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ നോക്കി നോക്കി കളയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ ഡെയിലി അടിച്ചു വാരി തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, അത്യാവശ്യം എല്ലാവരുടെയും വൃത്തിയാക്കിയിട്ട് തന്നെ കേട്ടോ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാറ്. എന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ അടിച്ചു വാരി തുടയ്ക്കാനായിട്ട് ഉള്ളത്. ഇത്രയും സാധനങ്ങളാണ് വൃത്തിയാക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാനൊരു വലിയ സെഞ്ചിയിലാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മുറത്തിൽ വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കത്തിച്ച് കളയുക അല്ലെങ്കിൽ കളയൊക്കെ ചെയ്യണം. അതൊക്കെ പിന്നെ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മൊത്തത്തിൽ പൊടി തട്ടലും വൃത്തിയാക്കലും അടിച്ചു വാരലും മാറലും തട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ വീട് നല്ലൊരു വൃത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുടക്കൂടി ചെയ്യണം. അത്യാവശ്യം എല്ലായിടത്തും പൊടിയൊക്കെ പോയി എല്ലാവിടെ ഒന്ന് അടിച്ചു വാരി എടുത്തപ്പോൾ തന്നെ വീട് കാണാനൊരു വൃത്തിയായിരുന്നു. അങ്ങനെ അതപ്പോൾ ഞാൻ എല്ലായിടത്തും തുടയ്ക്കണം. നമുക്ക് നേരത്തെ ഞാൻ ഓൾറെഡി ആ റൂം തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഹോള് അതുപോലെ തന്നെ നമ്മുടെ ഉമ്മറും നമ്മുടെ ഇപ്പുറത്തെ റൂമും കൂടി തുടച്ചൊന്ന് വൃത്തിയാക്കണം. ഒപ്പം തന്നെ ഞാൻ അടുക്കളയും ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് കിച്ചൺ ക്ലീനിങ് സമയത്ത് അതൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ട് ആ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി എന്തായാലും ഈ പൊടിയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയും ഇപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കിച്ചൺ ക്ലീനിങ്ങും പൂച്ചാമുറിയുടെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും തന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയും കൂടിയാണ് കേട്ടോ വീഡിയോ. എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കേണ്ട ഈ ആഴ്ച തന്നെ വീഡിയോ ഇടോ അല്ലെങ്കിൽ വേറെ വീഡിയോ ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ക്ലീനിങ് വീഡിയോ മെയിനായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര്. വേറെയുള്ള വീഡിയോസൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ ക്ലീനിങ് വീഡിയോസാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് തോന്നുന്നത്. എനിക്കും അതുപോലെ തന്നെ എല്ലായിടത്തും വൃത്തിയാക്കാനും ക്ലീനായിട്ട് ഇരിക്കാനും ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ. എപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞ മുതലേ എല്ലാ വിശേഷങ്ങൾക്കും വൃത്തിയാക്കാനും ഓരോന്ന് ചെയ്യാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലായിടത്തും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ തലയിലൊക്കെ പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി കുളി കഴിഞ്ഞ് വന്നു. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3:30 ആയിട്ട് എൻ്റെ പണികളൊക്കെ കഴിയുമ്പോഴത്തേനും അങ്ങനെ കറക്റ്റായിട്ട് കണ്ണം വരണ സമയം ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ടിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നു. വാതിലൊക്കെ തുറന്നിട്ട് കണ്ണം വരാറായതുകൊണ്ട് അവിടെ ഇരുന്ന് ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ചായ കുടിച്ച് കഴിയാറായപ്പോഴത്തേനും കണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീണ്ടും പറയണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി ഇത് പാർട്ട് 1 മാത്രമാണ്. അപ്പോൾ ഇനി കിച്ചൺ ക്ലീനിങ് ഉണ്ട്, പൂജാമുറിയുടെ ക്ലീനിങ് ഉണ്ട്. അതൊക്കെ ഇനി അടുത്തടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞത് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.